ഹായ്. അപ്പോൾ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ ചക്കക്കുരുവാണ്. ചെറുതായിട്ടൊന്ന് പൂത്തുപോയി. ആ വെള്ളത്തോടു കൂടി തന്നെ പെട്ടിലിട്ട് അടച്ചു. ഇത് നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് വഴിയിൽ നിന്ന് എപ്പോഴോ കളഞ്ഞ് കിട്ടിയൊരു കശുവണ്ടി ഉണ്ടോ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഇപ്പം ഇതിപ്പോൾ അവരുടെ കാലമല്ലേ? അതേന്നേ, നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ചക്ക സീസൺ കഴിയുന്നവരെല്ലാ വീടുകളിലും ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും കൂടി ഉണ്ടാക്കാം. ആദ്യം തന്നെ പറയുകയാണ്, ഈ കറി ഇങ്ങനെയാണോ വെക്കണേന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് വെക്കണേ. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം കേട്ടോ. ഇതാണെങ്കിൽ കുറച്ച് മൂത്ത കുരു ആയതുകൊണ്ട് ഇച്ചിരി പാടുണ്ടായിരുന്നു. നമുക്ക് ആ പുറത്ത് ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് പോലത്തെ തൊലി ഉണ്ടല്ലോ, അത് മാത്രം കളഞ്ഞാൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വെള്ള പോലെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ തവിട് പോലത്തെ കളറുള്ളത് കളയേണ്ട, അതെന്തിനൊക്കെയോ നല്ലതാണെന്നൊക്കെ പറയണ കേട്ടും. പിന്നെ നമുക്ക് എളുപ്പപ്പണിയാണല്ലോ പ്രധാനം. അപ്പോൾ കുറച്ചൊന്ന് റെഡിയാക്കിയിട്ട് എല്ലാം ഓക്കെ ആക്കി എടുക്കും. നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ വിട്ടിട്ടുണ്ട് കേട്ടോ, കാരണം ഇച്ചിരി മുളകീനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിക്കാണ്ടിരിക്കാനായിട്ട്. എന്നാലും അത്യാവശ്യത്തിന് ഇങ്ങനെ പിടിക്കണ്ട്. ഞാനാണെങ്കിൽ നഖമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോഴാണ് പിന്നെ ചക്കക്കുരു കറി ഉണ്ടാക്കാമെന്ന കാര്യം ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ചക്കക്കുരു മാങ്ങക്കറിയൊക്കെ കഴിക്കാൻ നല്ല രസമാണെങ്കിൽ നമുക്കിത് ഒരുക്കിയെടുക്കാൻ ഇച്ചിരി അധികം കഷ്ടപ്പാടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ ചറ പറയാന്ന് വേഗം തന്നെ ഇങ്ങനെ ഒരുക്കി റെഡിയാക്കി എടുക്കണ കാണാം കേട്ടോ. അപ്പം അന്നേരം നമ്മളൊന്നും ഒരുക്കാൻ കൂടില്ല, അറിയാലോ. അന്നേരം ആ കാലത്ത് ഇങ്ങനെ ഒരു ഉല്ലാസത്തിലായിരുന്നു. പക്ഷെ നമ്മൾ ഒരുക്കേണ്ടി വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ആ മുകളിലത്തെ ഒരു ലെയർ മാത്രം കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ വീട്ടിലും ഈ ഒരു സീസണായി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ചക്കക്കുരു തോരൻ, അതുപോലെ ചക്കക്കുരു മാങ്ങയും ചെമ്മീനും, അങ്ങനെ കുറേ ഈ ചക്കക്കുരു റെസിപ്പീസ്. അങ്ങനെ ഇത് കുഞ്ഞായിട്ട് ഒന്നും കൂടി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നാക്കുമ്പോൾ ഈ വേസ്റ്റ് വന്ന സാധനമൊക്കെ നമുക്ക് ചെടിക്കിടാം കേട്ടോ. പിന്നെ ഇത് കുറച്ച് മുരിങ്ങാക്കോലും ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ ആദ്യ ഘട്ടമായിട്ടുള്ള നമ്മുടെ എന്തുട്ടാണ് ചക്കക്കുരു അതുപോലെ തന്നെ മുരിങ്ങാക്കോലും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്കുള്ള മാങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തൊണ്ട് ചെറുതായിട്ടൊന്ന് നേർത്തായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ രണ്ടാമത്താണ് മാങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ മാങ്ങ ഒന്ന് മാറ്റി വേറെ ഇതിലേക്കാണ് അരിഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ ഒരു അത്യാവശ്യം ഒരുവിധം വലിപ്പത്തിന് അങ്ങ് അരിഞ്ഞു കൊടുക്കാം കേട്ടോ, കാരണം ഒന്ന് ഇതാകുമ്പോഴത്തേക്കും നല്ലപോലെ വെന്ത് വരും. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി അതിനകത്തേക്ക് ഇട്ടുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഉപ്പും കൂടി ഇട്ട് അങ്ങനെ ഇളക്കി നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പം തന്നെ നല്ല രസമുണ്ട് കാണാൻ, നമ്മൾ മാങ്ങയൊക്കെ ഉപ്പും മുളകും തരും പോലെ. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു വേവിക്കാൻ വെച്ചു. തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയും കൂടി ഇട്ട് ചിരണ്ടിയിടുന്നതാണ് മടി, അതുകൊണ്ട് നമ്മൾ കൊത്തി അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ അരച്ചെടുത്തു. നമ്മൾ മുരിങ്ങാക്കോലും അതുപോലെ തന്നെ സംഭവങ്ങളും ചക്കക്കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടി വിസിലടുപ്പിച്ചു. ഇനിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്മീൻകുട്ടി. ചെമ്മീൻകുട്ടീനെ വാരിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ തലയാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കാപ്പിക്കോ കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കണതാണ്, വലിയ കറികളൊന്നും ഇല്ലാത്തപ്പോൾ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണക്കമുളക്, ചെറിയ ഉള്ളി, അങ്ങനെ സാധനങ്ങൾ അല്ലറ ചില്ലറയൊക്കെ റെഡിയാക്കി എടുക്കണം. നേരെ ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുകിടുക, വറ്റൽമുളക് ഇടുക, ചെറുള്ളി ഇടുക, നല്ലപോലെ മൂപ്പിക്കുക. കറിവേപ്പില മിസ്സിങ്ങാണ് ഗൈസ്, കറിവേപ്പിലയിലായിരുന്നു. ചെമ്മീനും കൂടി ഇട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ അരപ്പം കൂടെ ഒഴിച്ച് കൊടുക്കുക. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കണമെന്ന് അറിയില്ല, ഇങ്ങനെ ഉണ്ടാക്കണത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കണത്. പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതേ നേരെ ചോറെടുത്തു. പിന്നെ കുറേ അധികം അങ്ങോട്ട് കോരി അതിനകത്തേക്ക് ഒഴിച്ചു. പിന്നെ നമ്മുടെ സ്രാവ് കൂട്ടി എടുത്തിട്ടു, മുട്ട പൊരിച്ചതുണ്ടായിരുന്നു. ലാവിഷായിട്ട് അങ്ങോട്ട് കഴിച്ചു. ഇത് നമ്മൾ ഉച്ചയൂണ് കഴിക്കണതാണ് കേട്ടോ. ഉച്ചയ്ക്ക് വേണ്ടി കറി ഉണ്ടാക്കാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. ഉണ്ടാക്കി വന്നപ്പോൾ സമയം 5 മണിയായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.